പ്രൈസല്ലോ, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41 മുതലുള്ള വചനഭാഗം. അപ്പോസ്തലന്മാരെ അവരുടെ സുവിശേഷ പ്രവർത്തനത്തിൽ അവർക്കേറ്റ നിന്ദനങ്ങളും അവർക്കേറ്റ പരിഹാസങ്ങളും അവർക്കേറ്റ തടവറ അനുഭവങ്ങളുടെ നടുവിൽ 41 മുതലുള്ള വചനഭാഗം പറയാണ്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിൽ വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശു തന്നെ ക്രിസ്തുവെന്ന് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക ദൂത് കർത്താവ് നമ്മോട് പറയാൻ ഇടവന്നത്. ഏറ്റവും വലിയ ഒരു കൃപ എന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിന് വേണ്ടി അപമാനമേൽക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ യോഗ്യരായി എണ്ണപ്പെട്ട അപ്പസ്തോലന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അപമാനമേൽക്കണമെങ്കിലും ഒരു യോഗ്യതയുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ പ്രവർത്തനത്തിനും, സ്പോർട്സ് ആകട്ടെ, ആർട്സ് ആകട്ടെ, ഏതിനും യോഗ്യതയുള്ള മനുഷ്യനാണ്. നമുക്ക് വിദ്യാഭ്യാസ തലത്തിലും ഏറ്റവും അധികം മാർക്ക് കിട്ടിയ യോഗ്യതയുള്ളവരെ നമുക്ക് കാണുന്നുവെങ്കിലും സുവിശേഷത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ തിരുനാമത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി അപമാനമേൽക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ, ഹല്ലേലൂയ, ഇതെന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിക്കേ. ഇതെന്തൊരു യോഗ്യതയാ! യേശുവിന്റെ നാമത്തെ പ്രതി അപമാനമേൽക്കാനുള്ള ഒരു യോഗ്യത അതെല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പസ്തോലന്മാർക്ക് അതുണ്ടായിരുന്നു. അവർ പല വിധത്തിലും അപമാനവും അവഹേളനവും പരിഹാസങ്ങളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തടവറ അനുഭവങ്ങളും എല്ലാവരുടെ മുമ്പിൽ പരിഹാസങ്ങളൊക്കെ ഏൽക്കാൻ ഇടവന്നെങ്കിലും പ്രിയമുള്ളവരെ, അവർ ഇതൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇതൊരു എനിക്ക് കിട്ടിയ ഒരു യോഗ്യതയാണ്, ദൈവം തന്നൊരു കൃപയാണെന്ന് അവർ ഏറ്റെടുത്തുകൊണ്ട് ഒരു പരാതി പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അടിയേറ്റ്, നിന്ദനമേറ്റ്, പരിഹാസമേറ്റ്, ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, രണ്ട് പടയാളികളുടെ നടുവിൽ ശരീരം മുഴുവൻ കീറിമുറിക്കാൻ വിട്ടുകൊടുത്തപ്പോഴും അപ്പുറയും ഇപ്പുറയും കിടന്ന പടയാളികൾ ഇവനെ പരിഹസിച്ച് പറഞ്ഞപ്പോഴും യേശു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം അപ്പസ്തോലന്മാരുടെ കാതുകളിൽ വന്ന് പതിക്കാൻ ഇടവന്നതുകൊണ്ട് ഈ അപമാനമേൽക്കുവാൻ ഒരിക്കലും അവർക്കൊരു കുറവുമായിട്ട് അവർ കണ്ടില്ല. ഇത് യോഗ്യതയാണ്. യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഇത് ഏൽക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയുടെ സൈഡിലും പലയിടങ്ങളിലും സുവിശേഷത്തിന് വേണ്ടി അനേകർ തന്റെ ജീവൻ കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ലേ? അതിന്റെ കാരണം അവർക്കെല്ലാം ഈ യോഗ്യത കിട്ടിയത് കൊണ്ടാണ്. അവർക്ക് മടിയില്ല, ഭയമില്ല. ഈ പത്രോസ് കർത്താവായ യേശുവിനെ സാധാരണ ക്രൂശിൽ തറച്ചു കൊന്നെങ്കിൽ പത്രോസ് പറഞ്ഞു, എന്നെ തലകീഴായി ക്രൂശിൽ തറച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പത്രോസ് മരിക്കാൻ ചരിത്രഭാഗങ്ങളിൽ പറയുവാൻ ഇടവന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ ഒന്ന് ഉരിഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞ് പരിഹസിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും യോഗ്യതയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ ഒറ്റപ്പെടുത്തലൊക്കെ കാണുമ്പോൾ നമ്മൾ വേദനിക്കണ്ട, സന്തോഷിക്കണം, ഒത്തിരിയേറെ സന്തോഷിക്കണം, ഒത്തിരിയേറെ നന്ദി പറയണം. ഇതൊരു ഭാഗ്യമാണ്. നമ്മൾ ചില വീടുകളിലൊക്കെ കടന്നു ചെന്ന് കർത്താവിന്റെ വചനമൊക്കെ പറയുമ്പോൾ നമ്മളെ ആട്ടി ഓടിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരു കൃപ നമ്മുടെ അകത്ത് വെളിപ്പെടും, ശക്തി നമ്മുടെ അകത്ത് വെളിപ്പെടും. കാരണം യേശുവിന്റെ നാമം പറയാൻ വേണ്ടി പോയത് കൊണ്ടല്ലേ ഈ അവഹേളനം അല്ലെങ്കിൽ നിന്ദനം ഒറ്റപ്പെടുത്തലൊക്കെ അനുഭവിക്കാൻ വന്നത്. ഇവര് ഇതെല്ലാം അനുഭവിച്ചിട്ട് 42-ാമത്തെ വചനം പറയാണ്, പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിക്കുകയും ചെയ്തു കടന്നു പോകാൻ ഇടവന്നു. അവർക്ക് മടിയില്ലായിരുന്നു. ഇതെല്ലാ അധികാരികളും ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴും
മടിയില്ലാതെ കടന്നുപോയ സുവിശേഷത്തിന്റെ വക്താക്കളായിരുന്നു അപ്പസ്തോലന്മാരെന്ന് തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയുമോ? മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജയില്ലാതെ മടിയില്ലാതെ യേശുവിനെ കർത്താവാണെന്നൊന്ന് പറയാൻ കഴിയുമോ? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന എന്ന് പറയാൻ നമുക്ക് മടിയാണോ? യേശു ദൈവമല്ലേ? യേശു കർത്താവല്ലേ? യേശു രക്ഷിതാവല്ലേ? ഈ രക്ഷിതാവും നാഥനുമായ ദൈവത്തെ അല്ലേ നമ്മൾ വിളിക്കുന്നത്? അവന്റെ വചനം പറയുവാൻ നമുക്ക് എന്തിനാ ലജ്ജ? യേശു പറയാണ്, എന്റെ നാമം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഞാനും പിതാവിന്റെ മുമ്പിൽ ദൂതന്മാരുടെ മുമ്പിലും നിങ്ങളെ ഏറ്റു പറയുമെന്ന് യേശു പറഞ്ഞെങ്കിൽ നമ്മൾ അവനെ ഒന്ന് ഏറ്റു പറയാനല്ലേ നമ്മുടെ ദൈവം വിളിച്ചത്? നമ്മൾ മറ്റെല്ലാ കാര്യത്തിലും നമ്മുടെ അറിവ് ഉപയോഗിക്കും, നമ്മുടെ കഴിവ് ഉപയോഗിക്കും, നമ്മുടെ സാമർഥ്യം ഉപയോഗിക്കും. യേശുവിനെ ഉയർത്തുന്നതിന് നമ്മുടെ തടസ്സമാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ നാമത്തിലാ പ്രാർത്ഥിക്കുന്നത്. ഈ അഭിഷേകം ഞങ്ങളുടെ മേലേക്ക് നീ ചൊരിഞ്ഞു തരണം. ഈ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ശക്തിയാ ഞങ്ങളെ പൊതിയണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.